എല്ലാവർക്കും ദ ട്രാവൽ സർക്യൂട്ടിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാണ് നിസർഗ ഡാം. മടിക്കേരി ഹൈവേ, മടിക്കേരി കൂർഗ് ഹൈവേൻ്റെ നടുക്കുള്ള ഹൈവേ സൈഡിൽ തന്നെയാണ് ഈ നിസർഗ ഡാം വരുന്നത്. ആക്ച്വലി ഇതൊരു തൂക്കുപാലം, ഒരു പുഴയുടെ നടുക്കായിട്ടൊക്കെയുള്ള സെറ്റപ്പാണ്. ഒരു ഫോറസ്റ്റിൻ്റെ അകത്താണ് ഈ സംഭവം. തൂക്കുപാലം നല്ല രസമുണ്ട്, നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ അത് പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. അവിടെയല്ലേ നല്ല രസമുണ്ട്, നല്ല ഒരു ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴത്തെ ചെറിയൊരു ബോട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫോറസ്റ്റ് സെറ്റപ്പാണ്. ഒരു ആനേൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, ആനേൻ്റെ മേലെ യാത്ര ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു കലാധാമ എന്നിട്ടുള്ളൊരു മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പാണ്. ഹാൻഡിക്രാഫ്റ്റ് എംപോറിയം എന്ന് പറയും. ഇതെല്ലാം വലിയൊരു ബാംബു കാട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും നല്ല ബാംബു കാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ നടക്കാനുണ്ടോ, കുറേ നടക്കാനുണ്ട്. നടന്ന് കുറച്ച് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആനയുടെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ ലേറ്റായി പോയി എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണുള്ളതെന്ന്. ഇതിൻ്റെ അപ്പുറം ഫോറസ്റ്റാണ്, അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റില്ല. അത് അവിടെ നിന്ന് തന്നെ നോ എൻട്രി ബോർഡ് ഉണ്ട്. അതുകൂടാതെ അവിടെ നിന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പറ്റുന്നത് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. ഫോറസ്റ്റാണ്, ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ വലിയൊരു മരം കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു റോപ്പിങ്ങിൽ പോകുന്നൊരു സെറ്റപ്പാണ്. ഇത് മുന്നേ നമ്മൾ വന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫാസി നിർത്തി, അവൻ ഇതിനകത്ത് പോയതാണ്. അങ്ങനെ ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് വിടും, നോക്കാം. സുഖമുള്ള ഫീൽ തന്നെയല്ലേ, നമുക്ക് നോക്കാം. പക്ഷെ നാളെ പോയി കുറച്ച് മാനുകളെ കാണിച്ചാൽ ഞാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് മാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആനയുടെ സെറ്റപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഇല്ല. ഇപ്പോൾ അത് എടുത്ത് മാറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൊറോണ കാരണം ആനസവാരി ഇല്ല എന്ന് പറഞ്ഞു. ആനേൻ്റെ സെറ്റപ്പ് ഇത് എവിടെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് കൊല്ലം മുന്നേ വന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ. ആനയുടെ മേലെ കയറാനായിട്ടുള്ള ഒരു സെറ്റപ്പാണിത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ സ്റ്റെപ്പിന് മേലെ കയറിയിട്ട് അതുവഴി വന്നിട്ട് ആനേൻ്റെ മേലെ അവർ ഇരിപ്പിട റെഡിയാക്കിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവും, അതിൻ്റെ മേലെ വന്നിരിക്കലാണ്. അതായിരുന്നു ഇതിൻ്റെ സെറ്റപ്പ്. ഇവിടെ കാണുന്ന സ്റ്റെപ്പ് അതിന് വേണ്ടിയുള്ളതായിരുന്നു. ഇപ്പോൾ ആനേൻ്റെ പരിപാടി. ഇപ്പോൾ ഇത് നമ്മുടെ മാനിൻ്റെ പാർക്ക്. ഇഷ്ടംപോലെ മാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് ഇതിനകത്ത്. അന്ന് തോണ്ട ഒരു നല്ല മാൻ, അടിപൊളി മാനല്ലേ അത്.
നല്ലൊരു ട്രീ ഹട്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. നമുക്കൊന്ന് കയറി നോക്കാം. ഈ ട്രീ ഹട്ടിൻ്റെ നേരെ ബാക്കിലായിട്ട് ഒരു അരുവിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആ ഭാഗത്തായിട്ടാണ് അരുവി വരുന്നത്. നല്ല മനോഹരമായ കാഴ്ച. നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് എൻട്രി അങ്ങോട്ടേക്കാണ്. ജസ്റ്റ് ഇവിടെ നമുക്കൊന്നുകൂടെ നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു അരുവി പോലത്തെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ താഴത്തേക്ക് ഒന്ന് ഇറങ്ങാനൊക്കെ പറ്റും. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് ഇവിടെ കുളിക്കുന്നവരുണ്ട്. ജസ്റ്റ് വെള്ളത്തിൽ നടക്കുന്നവർ മാത്രമുണ്ട്. ഇവിടുത്തെ സെറ്റ്. അയ്യോ, ഇതിനെ ക്രോസായിട്ട് അപ്പുറത്തേക്കൊക്കെ പോവാം. നല്ല ഭംഗിയില്ല, നല്ല മനോഹരമായ കാഴ്ച. ഇതിന് ഒഴുകിയിട്ട് പോകുന്നത് നേരെ നമ്മുടെ കാവേരി നദിയിലേക്കാണ് ഒരു ഒഴുകിയിട്ട് പോകുന്നത്. അവിടെ നമ്മുടെ ആ ബ്രിഡ്ജ് വരുന്ന സമയത്ത് കണ്ട ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജിന് താഴത്തേക്ക് കൂടെയാണ് ഇതിന് താഴത്തേക്ക് പോകുന്നത്. ഒഴുകി പോകുന്ന ഒരു അതുവഴിയാണ്. ഉമ്മാരി പൊളിച്ചിങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുക, കണ്ടില്ലേ? അവിടെ നബീല വഴുതി വീഴല്ല. വൈശാഖ് 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 നിങ്ങൾ കാണിച്ചാ ഏതാ മോനെ? അപ്പോൾ ഇത് നമ്മുടെ ട്രാവൽ ടാക്സി നബീൽ എൻ്റെ ഫോട്ടോ എടുത്തു തരാണ്. നോക്കിയതായാലും ആ ഫോട്ടോ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. സംഭവം ഇതുവഴി ഇങ്ങനെ മേലോട്ട് ട്രക്കിങ് പോകുന്ന പോലെ പോകാട്ടോ. ഇതുവഴി അങ്ങനെ കയറി കഴിഞ്ഞാൽ അതുവഴി കയറിയിട്ട് നമുക്ക് ട്രക്കിങ് പോലെ കയറി മേലോട്ടേക്ക് പോകാം, ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇന്നത്തെ മടിക്കേരി യാത്ര നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നാളെ രാവിലെ, കാരണം ഇപ്പോൾ ഇതിപ്പോൾ 6 മണിക്ക് ശേഷം നമ്മൾ യാത്ര വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ മടിക്കേരി എക്സ്പ്ലോറിങ് നമ്മൾ ഇന്നൊരു ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തലക്കാവേരി നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി, 4 മണിയാകുമ്പോഴേക്ക് തലക്കാവേരി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് നമുക്ക് ഗോൾഡൻ ടെമ്പിളാണ്. ഗോൾഡൻ ടെമ്പിൾ ഓപ്പൺ ആയിട്ടില്ല, കൊറോണ കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ടില്ല. അതുകൊണ്ട് ഗോൾഡൻ ടെമ്പിളും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് തൽക്കാലം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തലക്കാവേരി നാളെ മോർണിംഗ് 8 o'clock സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തലക്കാവേരി പോകാനുള്ള പ്ലാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് മാംഗ്ലൂരിലേക്കാണ്. നിസർഗ ഡാമെന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം നൈറ്റായ സമയത്ത് പിന്നെ വിചാരിച്ച് ഏതായാലും മടിക്കേരി സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പോകാമെന്നുള്ള പ്ലാനായിട്ട്. അപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് കൂർഗ് പാലസ് എന്നിട്ടൊരു ഹോട്ടൽ കണ്ടു. അപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ച് നോക്കുമ്പോൾ ചെറിയ പൈസയ്ക്ക് നമുക്കിവിടെ നല്ല റൂംസ് കിട്ടും എന്നുള്ള രീതിയിലാണ്.
പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്, മടിക്കേരിയിലാണ് ഈ ഹോട്ടൽ വരുന്നത്. അതായത് മടിക്കേരിയിൽ നിന്ന് കുശാൽ നഗറിലേക്ക് പോകുന്ന വഴിക്കാണ്, ഏകദേശം 2-3 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ഈ ഹോട്ടൽ വരുന്നത്. നമ്മളിപ്പോൾ കുശാൽ നഗറിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിയാണ്. നമ്മൾ ഏകദേശം മംഗലാപുരത്തേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ടയർഡായ സമയത്ത് നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ കൂർഗ് പാലസ് എന്ന ഹോട്ടലിൽ വന്ന സമയത്ത് കയറി. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആംബിയൻസ് ഒക്കെ കറക്റ്റാണ്. സൂട്ട് റൂം നമുക്ക് നമ്മൾ 3 പേരുണ്ട്, 3 പേർക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന റൂമാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ 7 മണിക്ക് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.